രാജ്യത്ത് തന്നെ ഏറ്റവും വിശ്വസ്തമായ ലോട്ടറി എന്ന് ഇതിനോടകം തന്നെ പേരെടുത്തിട്ടുണ്ട് സംസ്ഥാന ഭാഗ്യക്കുറികൾ. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗ്യശാലിയെ അറിയാം. എന്താണെങ്കിലും ക്രിസ്മസ് പുതുവത്സര ബമ്പറിന്റെ ഭാഗ്യശാലി ആര് എന്നതാണ് നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്നത്. ഇന്ന് നറുക്കെടുപ്പ് നടക്കുകയാണ്. ആ നറുക്കെടുപ്പിന്റെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ ആദ്യം കടക്കുന്നത്. അതിനു മുമ്പ് നമുക്ക് മറ്റു ചില ഡേറ്റകൾ ഒന്ന് പരിശോധിക്കാം. അതായത് എന്താണ് ഇത്തവണത്തെ ടിക്കറ്റിന്റെ പ്രത്യേകത എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആണ് ആദ്യം പരിശോധിക്കുന്നത്. ഇതിനോടകം തന്നെ വലിയ തോതിൽ വിൽപ്പന നടന്നിരിക്കുന്നു ഈ ലോട്ടറിയിൽ എന്നതാണ് എടുത്തു പറയേണ്ടത്. അതായത് 55 ലക്ഷം ടിക്കറ്റുകൾ ആയിരുന്നു മൊത്തത്തിൽ പ്രിന്റ് ചെയ്തിട്ടുള്ളത് എന്നതാണ്. ഏതാണ്ട് ഈ ടിക്കറ്റുകൾ പൂർണ്ണമായും വിറ്റഴിക്കപ്പെടുന്ന ഒരു സാഹചര്യം ആണ് ഉണ്ടാകുന്നത്. ഇതിനോടകം തന്നെ ഇതിൽ 54 ലക്ഷത്തിലധികം ടിക്കറ്റുകൾ വിറ്റഴിക്കപ്പെട്ടു എന്നതാണ് എടുത്തു പറയേണ്ടത്. നമുക്കറിയാം പലപ്പോഴും ഇത്തരം ബമ്പർ ഭാഗ്യക്കുറികൾ ഏറ്റവും ഒടുവിൽ ഒരു അതിവേഗ വിൽപ്പന നടക്കുന്ന സാഹചര്യമുണ്ട്. ബമ്പർ ഭാഗ്യക്കുറി നറുക്കെടുക്കാൻ പോകുന്നതിന് തൊട്ടു മുമ്പ് പോലും ഈ ഭാഗ്യശാലികൾ ഭാഗ്യാന്വേഷണം നടത്തുന്ന സാഹചര്യം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഇത്രയധികം ടിക്കറ്റുകൾ വിറ്റഴിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് എത്തുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇനി ഇതിൻ്റെ ഒരു ടിക്കറ്റിൻ്റെ ഒരു ഘടന പരിശോധിക്കുമ്പോൾ നമുക്കറിയാം കഴിഞ്ഞ കുറേ കാലങ്ങളായി ഓണം, ക്രിസ്മസ് അങ്ങനെയൊക്കെയുള്ള ടിക്കറ്റുകൾ കോടീശ്വരന്മാരെ സൃഷ്ടിച്ചുകൊണ്ടേ ഇരിക്കുന്ന സാഹചര്യം ആണ് ഉള്ളത്. നറുക്കെടുപ്പ് ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്കാണ് നടക്കാൻ പോകുന്നത്. ഈ ക്രിസ്മസ് പുതുവത്സര ബമ്പറിൻ്റെ ഭാഗ്യശാലി ആര് എന്നതാണ് നമ്മൾ അന്വേഷിക്കുന്നത് 2 മണിക്ക് ശേഷമെങ്കിൽ. ഇപ്പോൾ ആ ഭാഗ്യശാലിയെ തേടിയെത്തുന്നത് എന്ത് എന്നതാണ് നമുക്ക് നോക്കാം. അതായത് ഇതിൻ്റെ ഒരു സമ്മാന ഘടന ആണ് പരിശോധിക്കേണ്ടി വരുന്നത്. അങ്ങനെ സമ്മാന ഘടനയിലേക്ക് പോകുമ്പോൾ ഒന്നാം സമ്മാനം എന്നത് 20 കോടി രൂപ എന്നതാണ് എടുത്തു പറയേണ്ടത്. ഈ ക്രിസ്മസ് പുതുവത്സര ബമ്പറിൻ്റെ ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നത് ഒന്നാം സമ്മാനം 20 കോടി രൂപയാണ്. രണ്ടാം സമ്മാനം എന്നത് 1 കോടി രൂപ വീതം 20 പേർക്കാണ്. മൂന്നാം സമ്മാനം 10 ലക്ഷം രൂപ വീതം 20 പേർക്ക്. നാലാം സമ്മാനം 3 ലക്ഷം രൂപ വീതം 20 പേർക്ക്. അങ്ങനെ നിരവധി ലക്ഷപ്രഭുക്കളെ സൃഷ്ടിക്കുന്ന ഒരു നറുക്കെടുപ്പ് ആണ് ആരംഭിക്കാൻ പോകുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി നവമി ആണ് ചേരുന്നത്. നവമി, ഉച്ചയ്ക്ക് 2 മണിക്ക് നറുക്കെടുപ്പ് ആരംഭിക്കുന്നു. ഭാഗ്യശാലി ആര് എന്നത് നമുക്ക് അതിനുശേഷം മാത്രമേ അറിയാൻ സാധിക്കൂ. പലപ്പോഴും നറുക്കെടുപ്പിന് തൊട്ടു പിന്നാലെ ആരാണ് ഭാഗ്യശാലി എന്നൊക്കെ ബോധ്യപ്പെടുന്ന സാഹചര്യമുണ്ട്. എന്നാൽ പലരും അത് മറച്ചു വെക്കുന്ന സാഹചര്യമുണ്ട്. എന്താണെങ്കിലും നറുക്കെടുപ്പിന് ഒരുങ്ങുകയാണ്. ഇത്തവണ ഒരു റെക്കോർഡ് വിൽപ്പനയാണ് ഇതിനോടകം നടന്നിട്ടുള്ളത്. അതെ അഭിലാഷ്, 2 മണിക്ക് നമുക്ക് അറിയാൻ കഴിയും ഈ ക്രിസ്മസ് പുതുവത്സര ബമ്പർ ഭാഗ്യവാൻ അല്ലെങ്കിൽ ഭാഗ്യവതി ആരാണ് ഈ ഒരു മണിക്കൂറുകൾക്കുള്ളിൽ കോടീശ്വരന്മാരാകുന്നത് അല്ലെങ്കിൽ കോടീശ്വരിയാകുന്നതെന്ന് നമുക്കറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. 2 മണിക്ക് തിരുവനന്തപുരത്ത് ഖോർഗി ഭവനിലെ കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നറുക്കെടുപ്പ് വേദിയിലായിരിക്കും ഈ നറുക്കെടുപ്പ് നടക്കുക. എന്തായാലും അഭിലാഷ് അതിന്റെ കണക്കുകളെല്ലാം നേരത്തെ തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞു. വളരെ ആകാംക്ഷയോടുകൂടി തന്നെയാണ് കേരളം ഇന്നത്തെ ദിവസത്തിൽ കാത്തിരിക്കുന്നത്. എറണാകുളം ജില്ലയിലേക്ക് വന്നാൽ മികച്ച രീതിയിൽ തന്നെയാണ് ടിക്കറ്റുകൾ വിൽപ്പന നടത്തിയിരിക്കുന്നത്. നമ്മൾ രാവിലെയൊക്കെ ആളുകളുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് നല്ല രീതിയിൽ ആളുകൾ ടിക്കറ്റ് എടുക്കുന്നുണ്ട്. അവസാന നിമിഷത്തിൽ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ അവസാന നിമിഷത്തിൽ ആളുകൾ ഭാഗ്യ പരീക്ഷണത്തിന് വേണ്ടി എത്തുന്നുണ്ട്. ചില ലോട്ടറി കടകളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ തേടിയെത്തുന്നത് പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ഭാഗങ്ങളിലെ ടിക്കറ്റാണ്. അവിടെ നിന്നുള്ള ടിക്കറ്റിനായിരിക്കും ചിലപ്പോൾ ഇത്തവണ അടിക്കുക അല്ലെങ്കിൽ ഈ നറുക്കെടുപ്പിൽ ഭാഗ്യവാൻ ഈ ജില്ലകളിൽ നിന്ന് എടുക്കുന്ന ടിക്കറ്റിനായിരിക്കുമെന്ന് വിശ്വസിച്ച് വന്ന് എടുക്കുന്നവരുണ്ട്. അപ്പം ഭാഗ്യ നമ്പർ നോക്കി എടുക്കുന്നതുണ്ട്. അങ്ങനെ പലതരത്തിലാണ് ആളുകൾ ടിക്കറ്റുകൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ കടകളിലെ ഉടമസ്ഥരെല്ലാം പറയുന്നത്, ടിക്കറ്റ് വിൽപ്പനക്കാരൊക്കെ പറയുന്നത് മികച്ച രീതിയിൽ തന്നെയാണ് ഇത്തവണയും ഈ ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ ഈ വിൽപ്പന തകൃതിയെ തന്നെ നടക്കുന്നുണ്ട്. അവസാന നിമിഷവും ആളുകൾ ഭാഗ്യ പരീക്ഷണത്തിന് വേണ്ടി എത്തിക്കൊണ്ടിരിക്കുകയാണ്. അഭിലാഷ്, യെസ്, എന്തായാലും കേരളം ഉറ്റുനോക്കുന്ന ഭാഗ്യശാലി ആര് എന്ന് ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി അറിയാൻ സാധിക്കും. ഒപ്പം നവമി, ഇതിലിപ്പോൾ റെക്കോർഡ് വിൽപ്പന എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാമല്ലോ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും നിരവധി ആളുകൾ എത്തി ടിക്കറ്റുകളൊക്കെ വാങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ കൂടുതൽ വിശ്വസനീയമായ ഒരു ലോട്ടറി എന്ന് നമുക്ക് ഇതിനോടകം തന്നെ പേരെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഏതാണ്ട് നമുക്ക് ലഭിക്കുന്ന ഇൻപുട്ടുകൾ അനുസരിച്ചാണെങ്കിൽ മുഴുവൻ ടിക്കറ്റുകളും വിറ്റഴിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്കല്ലേ എത്തുന്നത്.
അതെ, കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് റെക്കോർഡ് വിൽപ്പന തന്നെയാണ് ഇത്തവണയുള്ളത്. അച്ചടിച്ച 55 ലക്ഷം ടിക്കറ്റുകളും ഇതിനകം തന്നെ വിറ്റ് കഴിഞ്ഞു എന്ന് തന്നെ 54 ലക്ഷത്തിലധികം ടിക്കറ്റുകൾ വിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഈ 20 കോടിയുടെ ഒന്നാം സമ്മാനം ആണ് ഇത്തവണ. അതോടൊപ്പം തന്നെ 1 കോടി രൂപ വീതം 20 പേർക്ക് രണ്ടാം സമ്മാനം ലഭിക്കും. മൂന്നാം സമ്മാനമായി 10 ലക്ഷം രൂപ വീതം 20 പേർക്ക്, നാലാം സമ്മാനമായി 3 ലക്ഷം വീതം 20 പേർക്ക്, അഞ്ചാം സമ്മാനമായി 2 ലക്ഷം രൂപ വീതം 20 പേർക്ക്. അങ്ങനെയാണ് ഇത്തവണത്തെ സമ്മാന വിതരണവും. ആളുകൾക്ക് വലിയ ആകാംക്ഷയിൽ തന്നെയാണ്. ഇത്തവണത്തെ പോലെ നമ്മൾ ഓണം ബമ്പറൊക്കെ നമുക്കറിയാവുന്നതാണ്. ആളുകൾ എത്രമാത്രം ആകാംക്ഷയോടുകൂടി തന്നെയാണ്, അല്ലെങ്കിൽ ആ ഒരു ഭാഗ്യ പരീക്ഷണത്തിന് വേണ്ടി അവസാന നിമിഷത്തിലും ലോട്ടറി ഏജൻസിയിൽ വരികയും അവിടെ നിന്ന് 1 2 അല്ല 10 20 ടിക്കറ്റ് എടുത്തുകൊണ്ട് പോകുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ കഴിയും. കാരണം ഏതിലാണ് ടിക്കറ്റ് അടിക്കുന്നത്, ഏതിലാണ് ഭാഗ്യം വരുന്നതെന്ന് അറിയാതെ ബൾക്കായിട്ട് ലോട്ടറി വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ആളുകളെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത്തവണയും ദൃശ്യങ്ങൾ വ്യത്യസ്തമല്ല. അങ്ങനെ 20 25 30 ലോട്ടറികൾ ഒന്നിച്ചെടുത്തോണ്ട് പോകുന്ന ആളുകളുമൊക്കെ ഉണ്ട്. ലോട്ടറി ഏജൻസിക്കാരെ സംബന്ധിച്ച് അവരുടെയും പ്രാർത്ഥനയുണ്ട്, ഞങ്ങളുടെ ലോട്ടറിക്ക് തന്നെ അടിക്കണേന്ന്. കാരണം അവർക്കും ഒരു പങ്ക് ലഭിക്കും, അവരുടെയും ജീവിതം രക്ഷപ്പെടും. അങ്ങനെ തരത്തിലുള്ള കണക്കുകൂട്ടലുകൾ, പല തരത്തിലുള്ള കണക്കുകൂട്ടലുകളാണ് എന്തായാലും ഇത്തവണയും ഈ ബമ്പർ ഭാഗ്യവാനെ അല്ലെങ്കിൽ ഭാഗ്യവതിയെ അറിയുമ്പോൾ 2 മണിക്ക് തന്നെയായിരിക്കും തിരുവനന്തപുരത്ത് വെച്ച് നറുക്കെടുപ്പ് നടക്കുക. അഭിലാഷ്. 2 മണിക്ക് നറുക്കെടുപ്പ് ആരംഭിക്കുന്നു. കേരളം എന്തായാലും ഉറ്റുനോക്കുകയാണ്. പ്രത്യേകിച്ച് ഏറ്റവും വിശ്വസനീയമായ ലോട്ടറി എന്ന നിലയിൽ. മാത്രവുമല്ല, ലോട്ടറി സബ്മിറ്റ് ചെയ്ത് ദിവസങ്ങൾക്കകം തന്നെ ഈ ലോട്ടറി ആർക്കാണോ വിജയിയായിട്ടുള്ളത് അവരുടെ അക്കൗണ്ടിലേക്ക് പണം കൃത്യമായി നൽകുന്ന സാഹചര്യം കൂടി ആണ് ഉള്ളത്. ഇതിനോടകം തന്നെ നിരവധി കോടീശ്വരന്മാരെ ഈ ലോട്ടറി സൃഷ്ടിച്ചിട്ടുണ്ട്. എന്നാൽ ലോട്ടറി ഒരു ചൂതാട്ടമാണ് എന്നും ഇതൊരു സംസ്ഥാനത്തിന് ചേരുന്നതല്ല എന്നുമൊക്കെ സാമ്പത്തിക രംഗത്തെ മറ്റു ചിലർക്ക് വിരുദ്ധമായ അഭിപ്രായമുണ്ട്. പക്ഷേ നിരവധിയായ ആളുകൾ, അംഗപരിമിതർ ആയിട്ടുള്ള ആളുകൾക്ക്, പ്രായമേറിയ ആളുകൾക്കൊക്കെ അവരുടെ ഒരു ജീവിതമാർഗം എന്ന നിലയിൽ കൂടിയാണ് ലോട്ടറിയെ കാണുന്നത്. വലിയ സ്വീകാര്യതയാണ് കേരള ലോട്ടറിക്ക് ഇതര സംസ്ഥാനത്ത് പോലും ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഭാഗ്യശാലികൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുകൂടി ഉള്ളവർ ആകാറുമുണ്ട്. അതിന് നമുക്ക് ആര് എന്നറിയാൻ കാത്തിരിക്കാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.